Next topic is potential energy due to a dipole. ഒരു ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പം അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിനെയും ഫീൽഡ് ഇന്റൻസിറ്റിയെയും ചാർജിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് E is equal to F/Q. ആ പൊസിഷൻ കൊണ്ട് ആ ചാർജ് എക്വയർ ചെയ്യുന്ന എനർജി ആണ് പൊട്ടൻഷ്യൽ എന്നതിലൂടെ എഴുതുന്നത്. അപ്പോൾ ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ എനർജി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ വി ഗോട്ട് ദ ഇക്വേഷൻ V is equal to W/Q. ഇനി എന്താണ് ഡൈപോൾ എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു +Q -Q ചാർജിനെ ഒരു 2A അറേഞ്ച്മെന്റിൽ അകലത്തിൽ വെക്കുന്ന അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് വിളിച്ചത്. ഈ ഡൈപോളിനെ യൂണിഫോം ഫീൽഡിൽ വെച്ച് കഴിയുമ്പം ആ ഫീൽഡിൽ അത് ആക്സിലറേറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. മറിച്ച് ആ ഫീൽഡിൽ ആ ഡൈപോൾ കറങ്ങും എന്നുള്ളത് ടോർക്ക് ഡ്യൂ ടു എ ഡൈപോൾ എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇനി അങ്ങനെ കറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് അവിടെ ചെയ്യുന്നതുണ്ട്. ആ ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് ഈ ടോപ്പിക്കിനകത്ത് കൂടി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വി ഹാവ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മളൊരു ഡൈപോളിനെ വെച്ചിട്ടുണ്ട്. ആ ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം -Q + Q ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2A. ഈ ഒരു പോയിന്റിന് നമുക്ക് A എന്ന് പേര് കൊടുക്കാം, ഈ പോയിന്റിനെ B എന്നും പേര് കൊടുക്കാം. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ഇവിടെ +Q ചാർജ് വരുന്ന സമയത്ത് നമുക്കറിയാം E എന്ന ഇലക്ട്രിക് ഫീൽഡിൽ Q ചാർജ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് F = QE. അപ്പൊ ഇവിടെ പോസിറ്റീവ് വരുന്ന സമയത്ത് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇൻ ദിസ് ഡിറക്ഷൻ അലോങ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് F = QE ആയിരിക്കും. ഇനി ഇവിടെ നെഗറ്റീവ് വരുന്ന സമയത്ത് റിപ്പൽഷൻ. സോ ഇവിടെ ഈ ചാർജിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് F = -QE. അപ്പൊ നെറ്റ് ഫോഴ്സ് ആക്ടിങ് അപ്പോൺ ദിസ് ഡൈപോൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈപോള് ഈ ഫീൽഡിൽ ആക്സിലറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പായി. ഇനി അവിടെ അത് കറങ്ങും എന്നുള്ളതാണ്. അപ്പൊ കറങ്ങുന്നതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നു. ദാറ്റ് ഈസ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു PE sin θ. അപ്പോൾ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഈ ഡൈപോൾ കറങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വർക്ക് കാണാനുള്ള ഇക്വേഷൻ എഴുതണം. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഫീൽഡുമായിട്ട് ഈ ഡൈപോൾ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ θ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. അപ്പോൾ ഈ θ ബേസ് ചെയ്ത് ഈ ഒരു ഡൈപോൾ ഈ ഓരോ പെർട്ടിക്കുലർ ആംഗിളിൽ ഇങ്ങനെ ഫീൽഡിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ ഒരു ആംഗിളിലാണ് ഈ ഡൈപോളിനെ കറക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെറിയ ഒരു വർക്കായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ചെറിയ വർക്ക് കാണാൻ നമ്മളുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ഇവിടെ എന്താണ് ഫോഴ്സ്? ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് കറങ്ങാൻ സഹായിക്കുന്ന ഫോഴ്സ് ആണ്. അതേതാണ്? ടോർക്കാണ്. ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. സ്മോൾ ആംഗിളിലാണ് അത് കറങ്ങുന്നത്. സോ dθ. വി ക്യാൻ റൈറ്റ് ചെറിയ വർക്ക് ചെയ്യുന്ന സമയത്ത് dW = ടോർക്ക് ടോ ഇൻടു dθ. അങ്ങനെയാണെങ്കിൽ ഇവിടെ dθ അല്ലെ, ഓരോ പെർട്ടിക്കുലർ ആംഗിളിൽ ചെറിയ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ കറങ്ങും. അപ്പൊ അവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ നടത്തണം. സോ W ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടോ dθ. ടോക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ
സൈൻ തീറ്റ ഡി തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഇനി ഇവിടെ പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്, ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. അപ്പൊ രണ്ടും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇന്റഗ്രേഷന്റെ പുറമേക്ക് എടുക്കാം. പിന്നെ ഇന്റഗ്രേഷൻ നടത്തുന്നത് ആർക്കാണ്? സൈൻ തീറ്റ. ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കോസ് തീറ്റ എന്നാണ്. അപ്പോ നമുക്ക് ഇവിടെ കിട്ടും ദിസ് വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു മൈനസ് PE കോസ് തീറ്റ എന്നായിരിക്കും ഇവിടെ ചെയ്യുന്ന വർക്ക്. ഈ വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഈസ് മൈനസ് PE കോസ് തീറ്റ. This is the expression to find potential energy due to a dipole. ഇപ്പൊ നമ്മളിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ ഇക്വേഷനിൽ ഫ്രം θ1 to θ2 എന്ന് ലിമിറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇന്റഗ്രൽ θ1 to θ2 PE sin തീറ്റ ഡി തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? മൈനസ് PE cos തീറ്റ ഫ്രം θ1 to θ2 എന്നുണ്ടാവും അല്ലെ. അപ്പോ ഇവിടെ നമ്മള് ഇന്റഗ്രേഷൻ ലിമിറ്റ് θ1 to θ2 കൊടുക്കുകയാണ്. ഇനി θ1 എന്നുള്ളത്, അതായത് നമ്മൾ ഈ കറങ്ങുന്ന ആംഗിൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡൈപോളിനെ വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീറ്റ ഇതിനെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് PE into cos തീറ്റ. ശരിക്കും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ്. ഈ മൈനസിനെ നമ്മൾ ഉള്ളിൽ എടുക്കണോണ്ട് cos θ1 മൈനസ് cos θ2 എന്ന് എഴുതാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ആക്ച്വലി എഴുതേണ്ടത് എന്താണ്? മൈനസ് PE cos θ2 മൈനസ് cos θ1 എന്നാണ് എഴുതേണ്ടത്. ഈ മൈനസിനെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തത് കൊണ്ട് ഇതെന്തായിട്ട് മാറും? മൈനസ് കോസ് θ1 മൈനസ് കോസ് θ2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ θ1 എന്നതിന് നമുക്ക് 90 ഡിഗ്രി എന്ന് കൊടുക്കാണ്. θ2ന് അപ് ടു ആൻ ആംഗിൾ തീറ്റ വരെയുമാണ് നമ്മൾ കറക്കണമെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് PE ഇൻറ്റു കോസ് 90 മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാം. കോസ് 90യുടെ വാല്യൂ 0 ആണ്. കോസ് θ2യുടെ വാല്യൂ തീറ്റ എന്നും കൊടുത്തു. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എന്ത് തന്നെ കിട്ടും? U ഈസ് ഈക്വൽ ടു മൈനസ് PE കോസ് തീറ്റ എന്നുള്ള ഇക്വേഷനിൽ തന്നെ എത്തിച്ചേരും. സോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആ ഇക്വേഷനെ ചെയ്ത് സോൾവ് ചെയ്യാനുള്ളതാണ്. സോ വി ഗോട്ട് ദ ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി U ഈസ് ഈക്വൽ ടു മൈനസ് PE കോസ് തീറ്റ. അപ്പോൾ ഈ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ എക്സിസ്റ്റ് ചെയ്യുമ്പം അത് അവിടെ കറങ്ങും. അന്നേരം അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയുടെ ഇക്വേഷൻ ആണ് U ഈസ് ഈക്വൽ ടു മൈനസ് PE കോസ് തീറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടുത്തെ 3 കേസുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. തീറ്റ 0 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡൈപോൾ സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി എടുക്കുന്ന സമയത്ത് ഈ യൂണിഫോം ഫീൽഡിൽ നമ്മളുടെ ഡൈപോളിന്റെ വാല്യൂ ആംഗിൾ തീറ്റ, ഈ തീറ്റ 0 ആണെന്ന് പറഞ്ഞാൽ ഡൈപോൾ ഈസ് അലൈൻഡ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലെ. ഈ അതേ ഡിറക്ഷനിലാണ്. അപ്പൊ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. എന്നാൽ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഇവിടെ ഇത് രണ്ടും എന്താണ്? മോസ്റ്റ് സ്റ്റേബിൾ കണ്ടീഷനിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, കോസ് 0 എന്ന് പറയുമ്പം കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു മൈനസ് PE എന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ എനർജി അന്നേരം മിനിമം ആയിരിക്കും. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമ്മളുടെ ഡൈപോൾ എന്ന് പറയുന്നത് മോസ്റ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നുള്ളതാണ്. When theta is equal to 0 degree, potential energy is equal to minus PE. Potential energy is minimum, but the dipole aligns in most stable equilibrium. Stable equilibrium.
ഇനി തീറ്റ ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. തീറ്റ 90 ഡിഗ്രി എന്ന് പറയുമ്പം ഈ ഡൈപോൾ എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത്? ഈ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ടാണ് ഇത് അലൈൻ ചെയ്യുന്നത്. അപ്പോൾ കോസ് 90യുടെ വാല്യൂ എന്താണ്? 0. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു 0. സോ വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0. ഇനി ഈ ഡൈപോളിനെ നമ്മൾ കറക്കി ആന്റി പാരലൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആയി അല്ലേ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ അലൈൻ ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഇതിന്റെ ടെൻഡൻസി എപ്പോഴും അതിന്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരാനായിരിക്കും അല്ലെ? സോ വി ക്യാൻ ഹാവ് ദ വാല്യൂ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പൊ നോക്കുക, കോസ് അല്ലെ ഇത്രയും ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കറങ്ങാന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. സോ വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താ? കോസ് 180യുടെ വാല്യൂ -1 ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി മൈനസ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു PE. അപ്പൊ 180 ഡിഗ്രി ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. പക്ഷേ സ്റ്റെബിലിറ്റി എന്താണ്? ഇറ്റ് ഈസ് ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. So the expression for potential energy is given by minus PE cos theta. When theta equal to 0 degree ആണെങ്കിൽ ഡൈപോൾ അലൈൻ ചെയ്തത് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയതുകൊണ്ട് മോസ്റ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അന്നേരം അവിടുത്തെ എനർജിയുടെ വാല്യൂ കുറവായിരിക്കും, മിനിമം ആണ്. വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് ഡൈപോൾ ഈ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അലൈൻ ചെയ്യുന്നത്. വെൻ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് അൺസ്റ്റേബിൾ അവസ്ഥയിലായിരിക്കും. അത് എപ്പോഴും അതിന്റെ സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ആ ഒരു പൊസിഷനിൽ അത് അക്വയർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഈ 3 കണ്ടീഷൻസ് ആണ് ഇതിനകത്ത് ഓർത്തിരിക്കാനുള്ളത്. ലെറ്റ്സ് കൺക്ലൂഡ്. When we keep a dipole in a uniform electric field, it will rotate and acquire a potential energy given by the equation U is equal to minus PE cos theta. It attain maximum stability when theta equal to 0 but minimum energy. It acquire unstable equilibrium when theta equal to 180 degree but has maximum potential energy എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർത്തു വെക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.